വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു 12th ഒക്കെ കഴിഞ്ഞിട്ട് ഈ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് എടുക്കണം എന്ന് എവിടെയെങ്കിലുമൊക്കെ ആഗ്രഹമുള്ള സ്റ്റുഡൻസിനായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് പഠിക്കുന്നവർക്കായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ പറയാൻ നിനക്ക് എന്താണ് അർഹത. ഞാൻ ആക്ച്വലി ഈ കോഴ്സാണ് പഠിച്ചത്. ഞാൻ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വീഡിയോ പ്രൊഡക്ഷൻ 2022 പാസ് ഔട്ട് ആയിരുന്നു. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ മാർവാനീസ് കോളേജിലാണ് പഠിച്ചത്, ട്രിവാൻഡ്രത്ത്. അപ്പോൾ എന്നിട്ട് ഞാൻ 1 year വർക്ക് ചെയ്യുമായിരുന്നു. ഇനി ഹയർ സ്റ്റഡീസിന് പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എനിക്ക് ഈ കോഴ്സ് പഠിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്ക് ഉള്ള കുറച്ച് അറിവുമൊക്കെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് 12th കഴിഞ്ഞിട്ട് ഈ കോഴ്സ് എടുക്കുന്നതിന് മുന്നേ എനിക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആരോടെങ്കിലൊക്കെ ചോദിക്കണം, കുറേ ഡൗട്ട്സ്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഈ കോഴ്സിന് ബേസിക് കാര്യങ്ങൾ, എന്തൊക്കെ സ്കോപ്പൊക്കെ ഉണ്ടാവും. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ തപ്പിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയാലോ എന്ന്. അപ്പോൾ അതാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഒരു 3 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. സോ കേരളത്തിൽ ഈ കോഴ്സസ് വരുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള മാർവാനീസ് കോളേജിലാണ് പഠിച്ചത്. മാർവാനീസ് ഒരു സെൽഫ് ഓട്ടോണമസ് കോളേജായിരുന്നു. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കോളേജസ് SN കോളേജ് ഉണ്ട് കൊല്ലം, അത് എയ്ഡഡ് കോളേജാണ്. പിന്നെ സെന്റ് സേവിയസ് കോളേജ് ഉണ്ട് തുമ്പ, അതും എയ്ഡഡ് കോളേജാണ്. ഏജ് കോളേജ് തോന്നിക്കൽ, ക്രൈസ്റ്റ് കോളേജ്, പൽപ്പു മെമ്മോറിയലൊക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. പിന്നെ ബാക്കി യൂണിവേഴ്സിറ്റീസ് കാലിക്കറ്റും MGയും കണ്ണൂരും ഏതൊക്കെ കോളേജസിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സോ അവിടെ പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ആരെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻസിലിട്ടാൽ ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കില്ല. ഇനി എന്തൊക്കെ നമുക്ക് എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. പല കോളേജസിലും എൻട്രൻസ് എക്സാം ഉണ്ട്. ഇപ്പോൾ ഇബാനീസിലായിരുന്നെങ്കിലും മാർവാനീസ് കോളേജിലായിരുന്നെങ്കിലും ഞാൻ കയറിയ സമയത്ത് എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് മുന്നേ വരെയുള്ള ബാച്ചിലും ഞാൻ ഇറങ്ങിയിട്ടുള്ള ബാച്ചിലൊക്കെ എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിലൊരു പാഷൻ ഉണ്ടോ, നിങ്ങൾ ഈ കോഴ്സിൽ ഫിറ്റ് ചെയ്യുന്ന ആളാണോ എന്നൊക്കെ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാം പല കോളേജസും കണ്ടക്ട് ചെയ്യാറുണ്ട്. അല്ലാതെ എൻട്രൻസ് എക്സാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി കോഴ്സസിൻ്റെ ക്രൈറ്റീരിയ പോലെ തന്നെയാണ് 50% മുകളിലുള്ള 12th പാസ്സായ ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ് ഈ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഈ ജേർണലിസം ഫീൽഡ്, ന്യൂസ് ഫീൽഡിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടർ അതിലൊക്കെ നമുക്ക് കരിയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ജേർണലിസം മീഡിയ പഠിക്കുന്നവരൊക്കെ എല്ലാം ന്യൂസിൽ ഭയങ്കര തുറവായിരിക്കണം. നമ്മളൊക്കെ മറ്റേ ഷാനി പ്രഭകാരനെ പോലെ നാളത്തെ പ്രൈം ന്യൂസിലൊക്കെ വന്നത് വാർത്ത വായിക്കും എന്നൊക്കെയാണ് കുറേ പേരുടെ ധാരണ. ആക്ച്വലി മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു അമ്പല ടേമാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കുഞ്ഞ് സബ്ജക്റ്റ് മാത്രമാണ് ജേർണലിസം. ഈ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് വരുന്നത് തന്നെയാണ് നമ്മുടെ അഡ്വർടൈസിങ്, റേഡിയോ, അതുപോലെ മാഗസിൻ ജേർണലിസം, അതുപോലെ ഡിജിറ്റൽ മീഡിയാസ്, പിന്നെ ഫോട്ടോ ജേർണലിസം, നമ്മുടെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഫിലിം സ്റ്റഡീസ്, ഡോക്യുമെൻ്ററി, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അതിൻ്റെ അകത്ത് വരുന്നൊരു കുഞ്ഞ് സബ്ജക്റ്റ് മാത്രമാണ് ജേർണലിസം സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒത്തിരി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഈ ജേർണലിസം പഠിച്ച, മീഡിയ പഠിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രം, ഇത് ഈ ന്യൂസ് ഫീൽഡിലോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. എനിക്കും ഉണ്ടായിരുന്ന ഈ സംശയം. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സബ്ജക്ട്സ് എന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെയായിരിക്കും പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം കുറേ തിയറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറൊക്കെ ഉണ്ടാവും. അതിൻ്റെ അകത്ത് കുറേ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുണ്ടാവും. പിന്നെ റിപ്പോർട്ടിംഗ്, എഡിറ്റിംഗ് ഒക്കെ ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുണ്ടാവും. പിന്നെ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് പഠിക്കാനായിട്ടുണ്ട്, ഫോട്ടോ ജേർണലിസം പഠിക്കാനായിട്ടുണ്ട്, അഡ്വാൻസ്ഡ് ടെലിവിഷൻ പ്രൊഡക്ഷനെ പറ്റി പഠിക്കാനായിട്ടുണ്ട്, സിനിമയെ പറ്റി പഠിക്കാനായിട്ടുണ്ട്, എങ്ങനെയാണ് സിനിമ തുടങ്ങിയത്, സിനിമയുടെ ഹിസ്റ്ററി എന്തായിരുന്നു, അതുപോലെ വീഡിയോ പ്രൊഡക്ഷൻ, ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ടാവും. പിന്നെ അഡ്വർടൈസിങ് പഠിക്കാനായിട്ടുണ്ട്, ബിസിനസ് ജേർണലിസം, പിന്നെ മീഡിയ മാനേജ്മെന്റ്, പിന്നെ മീഡിയ എത്തിക്സ് ആൻഡ് ലോസ്. അങ്ങനെ കുറേ സബ്ജക്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് കുറേ പേപ്പറായിട്ട് വരുന്നത്. കൂടാതെ ലാംഗ്വേജ് പേപ്പേഴ്സും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇംഗ്ലീഷും മലയാളം പോലുള്ള റൈറ്റിംഗ് ലാംഗ്വേജ് പേപ്പേഴ്സും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ആൻഡ് കോഴ്സിൽ പ്രാക്ടിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കോവിഡ് ബാച്ച് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് റിസർച്ചും ഡോക്യുമെൻ്ററി മേക്കിങ്ങും ആയിരുന്നു. നമ്മൾ ടീമായിട്ട് ഡോക്യുമെൻ്ററി ഉണ്ടാക്കണം, അതുപോലെ ലാസ്റ്റ് റിസർച്ച് പേപ്പർ ഒക്കെ നമ്മൾ റിസർച്ച് പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ഷോർട്ട് ഫിലിം ഉണ്ടാക്കണം. അത് ആക്ച്വലി ഞങ്ങൾക്ക് ഉണ്ടായില്ല, കോവിഡ് ബാച്ച് ആയിരുന്നതുകൊണ്ട്. പിന്നെ ഒരു ഇന്റേൺഷിപ്പും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. ആൻഡ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ ഹയർ സ്റ്റഡീസിന് പോവാം, അതായത് MA ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ MA ഇൻ അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസ്. ഇത് കൂടാതെ കുറേ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. അതായത് ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവർക്ക് ഫോട്ടോ ജേർണലിസം റിലേറ്റഡ്, മീഡിയ അക്കാഡമി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ അധികം എഡിറ്റിംഗ് കോഴ്സസ് പോലത്തെ ഡിപ്ലോമ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. പല കോളേജസും യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഡിപ്ലോമ കോഴ്സസ് പ്രൊവൈഡ്
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് MBA പോലത്തുള്ള ലോ ഒക്കെ പോലത്തുള്ള നമ്മൾ ഏത് കോഴ്സ് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് പോകാൻ പറ്റുന്ന കുറേ കോഴ്സസ് ഉണ്ടല്ലോ, അതിനകത്തോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജോബിനോട് ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ കോഴ്സൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ജേർണലിസം ഫീൽഡിലോട്ട് തന്നെ പോകാനായിട്ട് പറ്റും, ന്യൂസ് ഫീൽഡിലോട്ട് പോകാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് മീഡിയയിൽ പോകാം, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആ ഏരിയയിലോട്ട് പോകാം, ഇല്ലെങ്കിൽ അഡ്വർടൈസിങ് പബ്ലിക് റിലേഷൻസ് ഫീൽഡിലോട്ടൊക്കെ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡിജിറ്റൽ മീഡിയയിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ റൈറ്റേഴ്സായിട്ട്, റിപ്പോർട്ടേഴ്സായിട്ട്, എഡിറ്റേഴ്സായിട്ട്, ഇപ്പോൾ പബ്ലിക് റിലേഷൻസിലൊക്കെ ആണെങ്കിൽ കോപ്പി റൈറ്റേഴ്സായിട്ടും കണ്ടന്റ് റൈറ്റേഴ്സായിട്ടും, അഡ്വർടൈസിങ്ങിലൊക്കെ ആണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതുപോലെ അവിടെ കോപ്പി റൈറ്റേഴ്സ് ഉണ്ടാവും, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ന്യൂസിലാണെങ്കിൽ ഏത് ഫീൽഡിലാണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ എന്തായാലും വേണമല്ലോ. അപ്പോൾ ആ ഫീൽഡിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. കോർപ്പറേറ്റ് സെക്ടറിൽ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലൈസ് ചെയ്തതിനാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഫീൽഡിലോട്ട് പോകാനായിട്ട് പറ്റും. മെയിൻലി ഇതിനകത്ത് സ്കില്ലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കോഴ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് അതിൽ സ്കില്ലും നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും പാഷനും ഒക്കെ ഉണ്ടാകുന്ന മാത്രമാണ് നമുക്ക് ഇതിനകത്തോട്ടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർസ് പഠിക്കുക എന്നുള്ളത്. ഫോട്ടോഷോപ്പ്, പ്രീമിയർ പ്രോ, FCP, അതുപോലെ ഇൻഡിസൈൻ തുടങ്ങിയ സോഫ്റ്റ്വെയർസ് നമ്മൾ ആക്ച്വലി ഇതൊക്കെ നമ്മളൊരു മീഡിയ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ കോഴ്സിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നമ്മുടെ കോഴ്സിലൊന്നും നിർബന്ധമായിട്ട് ഇതൊന്നും പഠിക്കാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ എക്സ്റ്റേണലി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീലാൻസ് ആയിട്ടും പാർട്ട് ടൈമൊക്കെ ആയിട്ട് കുറേ അധികം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞാൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. ഇപ്പം വീഡിയോ എഡിറ്റേഴ്സായിട്ടും ഫോട്ടോഷോപ്പിലും ഒക്കെ വർക്ക് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഡിസൈനിങ് പാർട്ടൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സ്റ്റേണലി നിങ്ങൾ ഈ സ്കിൽസും ഈ സോഫ്റ്റ്വെയർസൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. സോ അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഈ കോഴ്സിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ആർക്കെങ്കിലും ചോദിച്ചിട്ടോ റെഫർ ചെയ്തിട്ടോ ഒക്കെ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബേസിക് കോഴ്സിൻ്റെ കാര്യങ്ങൾ. ഞാൻ എല്ലാ പോയിന്റ്സും കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ കോളേജസിൻ്റെ അഡ്മിഷൻ്റെയും സിലബസ് കവർ ചെയ്തു, അതുപോലെ സ്കോപ്പും അതുപോലെ എനിക്ക് പറയാനുള്ള കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഒക്കെ കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ തന്നെ ഓർപ്പിച്ചാൽ മതി. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. സോ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് കമൻസിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും ദിസ് ഈസ് മീ കാഞ്ചന. സേ ബൈ.